നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിലെ ഇന്ത്യൻ പ്രവാസികളെ സ്വന്തം പൗരന്മാരെ പോലെയാണ് പരിഗണിക്കുന്നത് എന്ന സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ. G20 ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തിയ കിരീടാവകാശി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം പറഞ്ഞത്. ഇന്ത്യക്കാരുടെ ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിൽ കിരീടാവകാശി നടത്തിയ ശ്രമങ്ങൾക്ക് യോഗത്തിൽ നരേന്ദ്രമോദി നന്ദി അറിയിക്കുകയും ചെയ്യുന്നതിന് പിന്നാലെയാണ് ഈ പരാമർശം. സൗദി ജനസംഖ്യയുടെ 7% ഇന്ത്യൻ വംശജരാണ് എന്ന് അവരെ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായി കണക്കാക്കുന്നതിനും അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നാണ് കിരീടാവകാശി വ്യക്തമാക്കിയത്. ഞങ്ങൾ അവരെ സൗദി അറേബ്യയുടെ ഭാഗമായി കണക്കാക്കുന്നു. സ്വന്തം പൗരന്മാരെ പാലിക്കുന്നത് പോലെ തന്നെയാണ് അവരെയും പരിപാലിക്കുന്നതെന്നും ഞങ്ങൾ അതിൽ അവരെ നിരീക്ഷിക്കുകയാണ് എന്നും പരിപാലിക്കുകയും ചെയ്യുന്നതായും അദ്ദേഹം പറയുന്നുണ്ട്. സൗദിയും ഇന്ത്യയും തമ്മിൽ ചരിത്രത്തിലുടനീളം വളരെ നല്ല ബന്ധമാണുള്ളത് എന്ന് കിരീടാവകാശി ചൂണ്ടിക്കാട്ടി. നാളിതുവരെ ഒരു അഭിപ്രായ വ്യത്യാസവും ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായിട്ടില്ല എന്നും സമൃദ്ധമായ ഭാവി കെട്ടിപ്പടുക്കാൻ ലക്ഷ്യമിട്ടുള്ള സഹകരണവും സുസ്ഥിരമായ ബന്ധവും എക്കാലത്തും കാണാനാവുമെന്നും ഇത് തുടരാൻ രാജ്യം ആഗ്രഹിക്കുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതേസമയം ഇന്ത്യയും സൗദിയും തമ്മിൽ ദേശീയ കറൻസിയിൽ വ്യാപാരം നടത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതിനായി ഇന്നലെ കൂടിയാലോചന നടത്തുകയും നിർദ്ദേശങ്ങൾ കൈമാറുകയും ചെയ്തതായി മന്ത്രാലയ സെക്രട്ടറി ഔസാഫ് സയ്യിദ് വെളിപ്പെടുത്തുകയും ചെയ്തു. ഉഭയകക്ഷി വ്യാപാരം സൗദി റിയാലും ഇന്ത്യൻ രൂപയിലും നടത്തുന്നത് വൈകാതെ യാഥാർത്ഥ്യമാവുന്നു എന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായി ഇതേ രൂപത്തിലുള്ള കരാറ് ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും ഔസാഫ് സയ്യിദ് വിശദീകരിച്ചു. എന്തായാലും ഇനി എണ്ണ വ്യാപാരം ഉൾപ്പെടെ രൂപയിൽ നടത്തുന്നത് ഡോളറിന്റെ മേൽക്കോയ്മ കുറച്ചു കൊണ്ടുവരാൻ ഉപകരിക്കുകയും രൂപയുടെയും റിയാലിന്റെയും കരുത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയും UAEയും ദേശീയ കറൻസിയിൽ അടുത്തിടെ വ്യാപാരം ആരംഭിച്ചിരുന്നു. അന്താരാഷ്ട്ര ഇടപെടലുകളിൽ രൂപയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇന്ത്യ കാര്യമായ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് എന്നും 22 വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ബാങ്കുകളുമായി സഹകരിച്ച് ദേശീയ കറൻസികളുടെ വ്യാപാരം സുഗമമാക്കാൻ നടപടി സ്വീകരിച്ചതായും ഔസാഫ് സയ്യിദ് വ്യക്തമാക്കി. 18 രാജ്യങ്ങളിൽ നിന്നുള്ള ബാങ്കുകൾക്ക് ഇന്ത്യൻ രൂപയിൽ പേയ്മെന്റുകൾ തീർപ്പാക്കുന്നതിന് പ്രത്യേക വോസ്ട്രോ റുപ്പി അക്കൗണ്ടുകൾ തുറക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുമതി നൽകിയിട്ടുണ്ട് എന്നും സർക്കാർ രാജ്യസഭയിൽ വ്യക്തമാക്കി. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച സൗദിയിൽ വലിയ നേട്ടം, അതുപോലെ തന്നെ പ്രവാസികളെ സംബന്ധിച്ചും സൗദിയിൽ വലിയ നേട്ടം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്.